Hi everyone, this is Binsay from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ട് മുമ്പായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസുകളും ഫാക്ട്സുകളും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ ഇവൻറ്റ് നാളെ രാത്രി 10:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നടക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് സെപ്റ്റംബർ 10 നടക്കുന്നതാണ്. പക്ഷേ എല്ലാവരുടെയും പ്രഡിക്ഷൻസ് തെറ്റിച്ചുകൊണ്ട് ഈ പറഞ്ഞ സെപ്റ്റംബർ 9 തിങ്കളാഴ്ച, യൂഷ്വലി സെപ്റ്റംബർ അല്ലെങ്കിൽ എല്ലാ ഇവൻറ്റും ഒരു ചൊവ്വാഴ്ചയാണ് ആപ്പിൾ വെക്കാറ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന തിങ്കളാഴ്ച ആയപ്പോൾ ആ ഒരു ഡേറ്റ് മാറ്റിക്കൊണ്ട് 9 എന്ന് പറഞ്ഞ ഡേറ്റിലേക്ക് ആപ്പിൾ ഇവൻറ്റ് വെച്ചെന്ന് അറിയാമോ? അതിന് സോൾഡ് റീസൺ ഉണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ എന്താണ് നമ്മുടെ വീഡിയോ തൊട്ട് അത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കാരണം ഞാൻ അവസാനം വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അതറിയണം. അതുകൊണ്ട് എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ കാണുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ മാർഗർമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത കൊല്ലം iPhone SE 4th ജനറേഷൻ നമുക്ക് വരും. ഒരു ഫുൾ ഡിസ്പ്ലേ ആയിട്ട് ഇത്ര നാൾ നമ്മൾ കണ്ട ഈ ഒരു ഹോം ബട്ടണുള്ള SE ആയിരിക്കില്ല. അതിന് പകരം ഫുൾ ഫ്ലെജ് ഡിസ്പ്ലേ വരുന്ന ഒരു iPhone SE 4th ജനറേഷൻ നമുക്ക് ലഭിക്കും. അതേപോലെ ഒരു 2nd ജനറേഷൻ എയർ ടാഗും വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കൊല്ലം നമുക്ക് റിലീസാവില്ല. അടുത്ത കൊല്ലം 2025 ഈ പറഞ്ഞ പ്രൊഡക്ട്സ് എല്ലാം ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള എല്ലാ ന്യൂസുകളും ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളും അതേപോലെ ഇവൻറ്റിനെയും ബേസ് ചെയ്താണ്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കഴിഞ്ഞ ഒരു ദിവസം ഞാൻ റിലീസ് ചെയ്തൊരു വീഡിയോ ആണ് അവസാനത്തെ ലീക്ക് ഈ പറഞ്ഞ ഇവൻറ്റിനെ പറ്റിയുള്ള. പക്ഷേ അതിലും കുറച്ചധികം ചേഞ്ചസ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇവൻറ്റിൽ iPad നമുക്ക് ലഭിക്കില്ല. അതേപോലെ എയർപോർട്സ് മാക്സ് 2nd ജനറേഷനും കിട്ടില്ല. അതിന് പകരം ഈ ഒരു ഇവൻറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് iPhone 16 സീരീസ്, ആപ്പിൾ വാച്ച് സീരീസ് ആൻഡ് എയർപോർട്ട് 4 ഈ പറയുന്ന 3 പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കും ഈ പറയുന്ന നാളത്തെ ഇവൻറ്റിൽ ആപ്പിൾ അനൗൺസ് ചെയ്യാനും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഇവൻറ്റിൻ്റെ ഫുൾ ഫ്ലെജ് ആയിട്ടൊരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ഞാൻ ചെയ്യുന്നില്ല, പക്ഷേ ഒരു ഫുൾ ഫ്ലെജ് ഇൻഫർമേഷൻ ആ iPhone 16 സീരീസിൽ ഓരോ ഡിവൈസിൽ എത്ര ആംപിയർ ബാറ്ററി വരും, അതിൻ്റെ എല്ലാ സ്പെക്കുകളും നാളെ രാത്രി 9 മണിക്ക് നമ്മളൊരു ലൈവ് വരുന്നുണ്ട്. സോ ആ ലൈവ് നിങ്ങൾ കാണുകയാണെങ്കിൽ ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു ഇവൻറ്റിൽ വരാൻ പോകുന്ന എല്ലാ പ്രൊഡക്റ്റുകളുടെയും ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ഈ ഒരു ഇവൻറ്റിൽ നിങ്ങൾക്ക് എന്തായാലും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട് അവിടെ ക്ലിയർ ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. ആൻസേഴ്സ് ഞാൻ ആ ഒരു ലൈവ് സെഷൻ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. സോ നാളെ രാത്രി 9 മണിക്ക് മറന്നു പോകാതെ നമ്മുടെ ലൈവ് സെഷനിൽ എന്തായാലും ജോയിൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് ഒരു iPad mini കാണാൻ പറ്റില്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു മാക് ഇവൻറ്റ് ഒക്ടോബറിൽ ആപ്പിൾ ഹോസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലവും സ്കേറി ഫാസ്റ്റ് എന്ന് പറഞ്ഞ പേരിലാണ് നമുക്ക് മാക്കിന് ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു ഇവൻറ്റ് വന്നത്. അതേപോലെ തന്നെ ഒക്ടോബർ നവംബറിൽ നമുക്ക് ഒരു iPadൻ്റെയും ഈ പറഞ്ഞ MacBook M4ൻ്റെയും ഒരു ഇവൻറ്റ് ആപ്പിൾ ഹോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റിൽ നമുക്കത് കാണാൻ പറ്റില്ല. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ MacBook M4 എന്ന് പറഞ്ഞ ഒരു പ്രൊസസ്സർ വെച്ച് അടുത്ത മാസം അല്ലെങ്കിൽ നവംബറിൽ വരും എന്ന് പറഞ്ഞു. ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് കാണാൻ പോകുന്നത് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു വേറെ ലെവലായിരിക്കും. കാരണം ഇപ്പോൾ ആപ്പിൾ ഏറ്റവും കൂടുതൽ കോമ്പീറ്റ് ചെയ്യാൻ നോക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ് എന്ന് പറഞ്ഞ ആ ഒരു AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാണ്. അതിനെ മറികടക്കാൻ വേണ്ടി ഈ പറഞ്ഞ M4 ഡിവൈസ് കൊണ്ടുവരികയും ആപ്പിൾ ഇൻ്റലിജൻസ് നല്ല രീതിക്ക് മാക്ബുക്കിൽ യൂസ് ചെയ്യാനും പറ്റുന്ന ആ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരും. എന്താണെന്നറിയാമോ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസിന് ഇത്രമാത്രം വാല്യൂ? ബാക്കി എല്ലാ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർസും ആ ഒരു ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. ത്രൂ ഔട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ എന്തുണ്ടോ അത് വർക്ക് ചെയ്യും. പക്ഷേ ആപ്പിൾ ഇൻ്റലിജൻസ് നോക്കുമ്പോൾ ത്രൂ ഔട്ട് നമ്മുടെ ഡിവൈസ് ആക്സസ് ചെയ്യും. നമ്മുടെ കലണ്ടർ ആയിക്കോട്ടെ, ഫോൺ ആപ്പ്, മെയിൽ ആപ്പ്, ഫോട്ടോസ്, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനിലും ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസിന് കൈകടത്താൻ പറ്റും. കൈകടത്താന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവസിന് ഒരിക്കലും അത് ഇൻ്റർപ്രറ്റ് ചെയ്യില്ല. പക്ഷേ
നമ്മുടെ ഡിവൈസിൽ എല്ലാ കാര്യങ്ങളും AI യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഇത്രയും നാളും വേറെ ഒരു AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു സ്പെക് ബമ്പാണ് ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസിനെ നോർമൽ AIയും ഈ പറഞ്ഞ ആപ്പിൾ AIയുമായിട്ടുള്ള ഏറ്റവും വലിയ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ ഇവൻ്റ് എന്തുകൊണ്ടാണ് ട്യൂസ്ഡേ വെക്കാതെ മൺഡേ വെച്ചതെന്നും അതേപോലെ 9-ാം തീയതി സെലക്ട് ചെയ്തതെന്നും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന അതിൻ്റെ ഏറ്റവും നല്ല ഡീറ്റെയിലിംഗ് ആപ്പിൾ ഇപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കറക്റ്റായിട്ട് ഓർത്ത് വെക്കുന്നുണ്ട്, അതേപോലെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു 9-ാം തീയതിയായിരുന്നു. സെപ്റ്റംബർ 9, 2014 ഈ പറയുന്ന ആപ്പിൾ വാച്ച് ഒഫീഷ്യലി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഈ ഒരു ദിവസം വരുമ്പോഴത്തേക്കും സെപ്റ്റംബർ 9-ാം തീയതി 2024 ആകുമ്പോൾ 10 കൊല്ലം തികയാണ്. ആപ്പിൾ വാച്ചിൻ്റെ 10th ആനിവേഴ്സറിയാണ് ഈ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കംപ്ലീറ്റ് റെഫറൻസും ഡീറ്റെയിൽസും കാണിക്കാൻ വേണ്ടി തന്നെയാണ് 9-ാം തീയതിയാണ് ഡേറ്റ് ആപ്പിൾ എടുത്തിരിക്കുന്നത്. ഇത്ര മാത്രം ഡീറ്റെയിലിങ്ങും കണ്ടിന്യൂറ്റിയും ചെയ്യുന്ന വേറൊരു കമ്പനി വൈസ് സിനിമ എന്ന് ഞാൻ പറഞ്ഞാൽ കമ്പനി വൈസിൽ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ആപ്പിൾ വാച്ച് ഇപ്പോൾ എൻ്റെ ഈ ആപ്പിൾ വാച്ച് പല സമയത്തും എന്നെ എന്താ പറയുക റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ എന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഒരു സിറ്റുവേഷനിൽ ഞാനവിടെ ചെന്ന് നിന്നപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമുള്ള സിറ്റുവേഷൻ നിന്നപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടി. ആ ഒരു സിനാരിയോയിൽ എൻ്റെ വാച്ചിൽ ഒരു 10 മിനിറ്റിന് ശേഷം ഒരു മെസ്സേജ് വന്നു, 10 മിനിറ്റ് ആയിട്ട് എൻ്റെ ഹാർട്ട് ബീറ്റ് നല്ല കൂടുതലാണ്, സോ കുറച്ചും കൂടെ കാം ആവണം അല്ലെങ്കിൽ കുറച്ചും കൂടെ റെസ്റ്റ് ചെയ്യണം എന്നുള്ള നോട്ടിഫിക്കേഷൻ എൻ്റെ വാച്ചിൽ വന്നിട്ടുണ്ട്. അതേപോലെ ആപ്പിൾ വാച്ച് സേവ് ചെയ്ത കുറേയധികം ഹിസ്റ്ററീസ് ഉണ്ട്. ഇപ്പോൾ പുതിയൊരു ന്യൂസ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം എന്താ പറയുക റേച്ചൽ എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെ, ഇവിടെയല്ല US ആ ഒരു പെൺകുട്ടി 18 ആഴ്ച 18 വീക്സ് പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ഒരു പെൺകുട്ടിക്ക് കാർഡിയാക്കായിട്ട് അല്ലെങ്കിൽ നെഞ്ചുവേനായിട്ട് കുറച്ചധികം ഇഷ്യൂസ് ആയപ്പോഴത്തേക്കും ആപ്പിൾ വാച്ചിൽ ECG എടുത്തു. ഈ ഒരു ECG എടുത്തപ്പോഴത്തേക്കും കുറച്ചധികം എന്താ പറയുക നമുക്ക് നോർമൽ സൈനസ് റിതമാണ് കാണിക്കേണ്ടത്. ആ ഒരു റിതമല്ല കാണിച്ചത്, കുറച്ചധികം പ്രശ്നങ്ങൾ ഈ പറഞ്ഞ എന്താ പറയുക ECGയുടെ വേരിയേഷനും കാണിച്ചു. ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് അവിടുത്തെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ജസ്റ്റ് ഫേർദറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും സ്കാനിങ്ങും ഒക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു പെൺകുട്ടിയുടെ ഹാർട്ടിൻ്റെ ലോവർ ചേംബർ കറക്റ്റായിട്ട് പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമുക്ക് 2 ചേംബറിൽ ആ ലോവർ ചേംബർ കറക്റ്റായിട്ട് പമ്പ് ചെയ്യാത്തതുകൊണ്ടാണ് കുറച്ചധികം എന്താ പറയുക എഫിഷ്യൻ്റ് അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയ ബ്ലഡ് ഫ്ലോയും ഓക്സിജനും കിട്ടാതായപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് എന്താ പറയുക ബുദ്ധിമുട്ട് വന്നത്. ആ ഒരു കാര്യം കറക്റ്റായിട്ട് ഒരിക്കലും ഹാർട്ട് അറ്റാക്സോ അങ്ങനത്തെ AFib ഒന്നും ആപ്പിൾ വാച്ച് അല്ല ഒരു വാച്ചുകളും നമുക്ക് ഡിറ്റക്ട് ചെയ്യില്ല. പക്ഷേ ആ ഒരു ഇഷ്യൂ നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ഹെൽപ്പ് ഹാൻഡായിട്ട് വന്നത് ആപ്പിൾ വാച്ചാണ്. സോ ഇതേപോലെ കുറേയധികം ആപ്പിൾ വാച്ചസ് റെസ്ക്യൂ ചെയ്ത ഇൻസിഡൻറ്റ് നമുക്കറിയാം. ലാസ്റ്റ് ഒരു വട്ടം ഒരു ഓസ്ട്രേലിയയിലെ ഒരു ഡൈവർ അയാൾക്കും എമർജൻസി സർവീസ് ആയിട്ട് വിളിക്കാൻ പറ്റിയത് ആപ്പിൾ വാച്ചാണ്. സോ ആപ്പിൾ വാച്ച് യൂസേഴ്സിന് ഏറ്റവും നല്ലൊരു യൂട്ടിലിറ്റി പ്രൊഡക്റ്റ് ഞാൻ ഇന്നലെ നമ്മുടെ PSRൻ്റെ വീഡിയോയിൽ, അതായത് പ്രൊഡക്ട്സ് ആരുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. ഒരു ചാർജിങ് ഡോക്കാണ്, ഏകദേശം 300 രൂപ വരുള്ളൂ. പക്ഷേ ഏറ്റവും നല്ല യൂട്ടിലിറ്റിയും നല്ല എസ്തെറ്റിക് ലുക്കും നിങ്ങളുടെ ആപ്പിൾ വാച്ചിന് ലഭിക്കും. അത് വാങ്ങിക്കാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പുതിയ കുറേയധികം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ കൊടുക്കുക. അതേപോലെ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ ഇവൻറ്റ് തുടങ്ങുന്നത് 10:30-ക്കാണ്. അതിന് തൊട്ട് മുമ്പ് 9 മണിക്ക് നമ്മുടെ ഒരു ലൈവ് സെഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചോദിക്കാം, ഞാൻ അപ്പോൾ തന്നെ ആൻസേഴ്സും നിങ്ങൾക്കുള്ള ഡൗട്ടും ക്ലിയർ ചെയ്ത് തന്നെയാണ്. സോ ഇതുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Ebin Xavier signing from Evika and have a nice day.